ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്നലെ തിരുവാതിരയായിരുന്നു. അതിൻ്റെ തിരുവാതിരക്കളി ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് തിരുവാതിരേൻ്റെ പ്രോസസ്സ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ എല്ലാവരും തിരുവാതിര സെലിബ്രേറ്റ് ചെയ്തു. അതിൻ്റെയൊക്കെയാണ് ഇവിടെ തിരുവാതിരക്കളിയും പാതിരാപ്പൂ ചൂടലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലേഡീസ് ഓൺലി ആണ് കേട്ടോ. കാരണം ജെൻസ് പൊതുവേ ഈ ഒരു പരിപാടിയൊന്നും കാണാറില്ലല്ലോ. കാരണം ഇത് സമയം 12 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം മുതലുള്ള വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 2 പാർട്ടായിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോവും. അപ്പോൾ അത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു പാർട്ട് ഇതാ ഇവിടെ നിങ്ങൾ കണ്ടോളൂ. തിരുവാതിരേൻ്റെ ഡീറ്റെയിൽസ് ഞാനിതാ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടുത്തെ ഞങ്ങളുടെ തിരുവാതിരയുടെ പരിപാടി ഇവിടെ ഞങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവരിതാ ഇവിടെ പാതിരാപ്പൂ പ്രിപ്പറേഷനാണ്. അത് ദശപുഷ്പങ്ങൾ വെച്ചിട്ട് കെട്ടിയുണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും 12 മണിയാകുമ്പോഴാണ് ഫംഗ്ഷൻ തുടങ്ങുക. അതിലാണ് പാതിരാപ്പൂ ചൂടുന്നത്. അപ്പോൾ അതിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. എല്ലാ വർഷവും ഇവർ ഇതുപോലെ ഇവിടെ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ അവർക്ക് നല്ലപോലെ അറിയാം. അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അറിയാം. അപ്പോൾ അവർ അത് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം. 46 വർഷമായിരുന്നു. ആദ്യം ഇവിടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ ആൾക്കാർ കൂട്ടിയപ്പോൾ കൂട്ടി തലമുറകൾ വന്നപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇത് നടത്തി. ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞ ഞങ്ങളൊക്കെ ഇതിൽ പങ്കാളികളായിരുന്നു. ഒരാഴ്ച ചേച്ചി ഇത് ഇപ്പോൾ പുതുതായിട്ട് ഇത് തുറന്നു പോകാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ, അതെന്താണ്? അതിപ്പോൾ എന്താണ് പറയുക, തുറന്ന് പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലൊരു ഇത് തോന്നാവുന്നതല്ല. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ആ സമയം വരുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും എൻ്റെ മാതിരി ചെയ്യണം, തിരുവാതിര കുളിക്കണം. ഇപ്പോൾ ശരീരസ്ഥിതി വയ്യാത്തതുകൊണ്ട് ഞാൻ കുളിക്കാൻ പോകാനോ ഒന്നും ചെയ്യാറില്ല. എന്നാലും വീട്ടിൽ നിന്ന് ചെയ്യും. ഈ സമയത്ത് അതിലൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നും, മനസ്സിൽ തോന്നിക്കണത്. അത് നമുക്കൊരു ഇത് പറയാനില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്നു ചെയ്യണം. അത് ഇത്രയും ഇത് പറയാം. അതുകൊണ്ട് എല്ലാവരും കൂടി എല്ലാവരും കുളിക്കും. വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ പറയുക, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അറിയാത്തവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ എന്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ വെച്ചാൽ ഈ അമ്മിക്കുട്ടി വെക്കാനുള്ളത് അത് ശിവസങ്കല്പമാണ്. ശിവനാണ്. പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ പാതിരാപ്പൂ ചൂടാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാട്ടിൽ തന്നെ പറയുന്നില്ലേ എന്തൊക്കെയാണുള്ളത്. അതിന് ദശപുഷ്പങ്ങളുണ്ട്. കൂടുതലുള്ളത് എന്താണ് പാതിരാപ്പൂ. അങ്ങനെയാണ്. അതിന് വെള്ളില പൊതിഞ്ഞിരിക്കും. എരുക്കിലയിലാണ് പൊതിയുക. കാരണം ഈ പൊതിയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആ പാട്ടിൽ പറയുന്നുണ്ട്, എരുക്കില കഞ്ഞിയില നേറ്റുനാഥൻ എന്ന് പറയുന്നില്ലേ, ആ സങ്കല്പത്തിൽ നമ്മൾ എരുക്കിലയിൽ പൊതിയണം. എനിക്ക് അത്രയൊക്കെ ഇപ്പോൾ എനിക്കും പറയാനറിയില്ല. എനിക്ക് അത്രയൊക്കെ പാട്ട് പാടാറില്ല. മംഗലാതിരയിൽ പറയാൻ വരുന്നതാണതേ. മംഗലാതിര ഇപ്പം നമ്മൾ ചെല്ലുമല്ലോ, അതിലുണ്ടാവാം. മംഗലാതിര 2 വരിയല്ലോ പാടും. എങ്കിലോ കേട്ടാലും വണ്ണം കണ്ടോരു തമനായൊരു തീയണം നിർമ്മലാകഞ്ഞ ഇനി പണ്ടൊക്കെ ചെയ്യാത്ത ഇത് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുക, കുണ്ടിയിൽ വെള്ളമെടുക്കുക, കാലിൽ കൊണ്ടുവരിക, എത്തിക്കുക, അവിടെ സമർപ്പിക്കുക, ഭഗവാന് സമർപ്പിക്കുക. പിന്നെ ഓരോരുത്തരായിട്ട് ചെയ്യും. പിന്നെ പ്രായം അനുസരിച്ചറിയുക അല്ലേ? പ്രായം അനുസരിച്ചിട്ട് അറിയുക. എണ്ണയുടെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് സ്ഥാനനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. അതെ, ഞാൻ പറയുക. അങ്ങനെയൊക്കെ ചെയ്യാം. സമയമായില്ലേ ഇപ്പോൾ? സമയമായി ഇന്ന് ചെയ്യാം. 12 മണിയായി. 12 മണിയാവാം. അതാണ് കറക്റ്റ് സമയം. 1 മിനിറ്റ്.
പാതിരാകുമ്പോൾ ചൂടാനുള്ള സമയം പറയുന്നത് 2 മിനിറ്റും കൂടി ഉണ്ട്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 12 മണിക്കാണ് ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും വീട്ടിൽ തിരുവാതിരയ്ക്ക് പ്രിപ്പയർ ചെയ്ത ഫുഡൊക്കെ കൊണ്ടുവരും. എല്ലാവരും ഇവിടെ ഷെയർ ചെയ്ത് കഴിക്കും. തിരുവാതിര നോറ്റ എല്ലാവരുമാണ് ഇവിടെ വന്ന് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത്, പങ്കെടുക്കുന്നത് എല്ലാം. പാട്ടൊക്കെ പാടി ഒരുപാട് ആസ്വദിച്ച് ചെയ്യുന്ന ഈ ഒരു സെലിബ്രേഷൻ ഇതാ ഇവിടെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത്. മംഗലയാതീര നൽപുരാണം എങ്കിലോ കേട്ടാലും ഉള്ളവണ്ണം പണ്ടൊരു ത്രേതായുഗത്തിങ്കല് ഉത്തമനായൊരു വൈദികനും ഉണ്ണിമാ കന്യകയും ജനിച്ചു. അക്കന്യ കാലേ ചെറുപ്പത്തില് അഷ്ടമി എന്നൊരു നോൽമ്പറിഞ്ഞു. ആതിര എന്നൊരു നോൽമ്പറിഞ്ഞു. പൂരം കുളിച്ചവൾ നോറ്റിരുന്നു. പക്കം 14 അവൾക്കറിയും. പാർവതി വാഴ്ക വാഴ്കെന്നു ചൊല്ലും. മലർമങ്ക വാഴ്ക വാഴ്കെന്നു ചൊല്ലും. കൊങ്ക കീളർത്തു വരുന്ന കാലം ഭക്തി തെളിഞ്ഞവൾ പൂജ ചെയ്തു. ഉത്തമനായൊരു വേദികനും വന്നിട്ടു കർമ്മ വിവാഹം ചെയ്തു. കുടികൂടി കല്യാണം കഴിയും മുമ്പേ ഈശൽ കൂടാതെ വന്നന്തകനും വേദികൻ തന്നുയിർ കൊണ്ടുപോയി. കഷ്ടമീതെങ്ങന്നു ലോകരെല്ലാം ശ്രീ കൈലാസത്തിൽ കൂടെ മുഴങ്ങി. കന്യാഗൃഹത്തിൽ മുറവിളിയായി മാമല മംഗമാനം തെളിഞ്ഞു. പൂമുടി മാലകൾ ചൂടും നേരം കന്യകരയുന്നൊരൊച്ച കേട്ടു. കയ്യിലെ മാലയും താനെറിഞ്ഞു. ശങ്കരൻ തൻ തീരു മുമ്പിൽ ചെന്നു. മാദേവരോടയരുളി ചെയ്തു. എന്നുടെ ചെങ്ങാതിയായവളെ ഇന്നലെ കർമ്മ വിവാഹം ചെയ്തു. ഇന്നവൾ കണവനീണ പിരിഞ്ഞു. ഇന്നവൾ കണവനീണ പിരിയിൽ ഞാനുമെൻ തിരുമേനി തീണ്ടുന്നില്ല. ഇന്നവൾ ഇറന്നനച്ചുടുക്കിൽ ഞാനുമെന്നിറന്നനച്ചുടുക്കും. ഇന്നവൾ കൂന്തൽ നീലത്തിടുകിൽ ഞാനുമെൻ കൂന്തൽ നീലത്തിടുവൻ. ഇന്നവൾ 10 ദിവസം പഷ്ണി ഞാനുമെൻ 10 ദിവസം പഷ്ണി.
ഇന്നവളോല തടുകില്ലെങ്കിൽ ഞാനും ഇന്നോല തടുകിലാക്കും. ഈ വണ്ണം പാർവതി ചൊന്ന നേരം കാലപ്പൂരത്തേക്കു നോക്കി നാഥൻ. ധർമ്മരാജാവും ഭയപ്പെട്ടിട്ട് കൊണ്ടോടിക്കൊണ്ട മലരമ്പനെ ചുട്ടുപോരിച്ചതുമോർത്തു കാലൻ. വേദികൻ തന്നുയിർ കൊണ്ടുവന്ന് നീലകണ്ഠൻ തീരുകാൽക്കൽ വച്ചു. വേദിയൻ തൻ്റെ ശിരസിന്മേലും മാറത്തുമാക്കൾ തളിച്ചരുളി. നിദ്രയും നീങ്ങിയുണർന്ന പോലെ വേദിയൻ താനുമുണർന്നിരുന്നു. വിദ്യയും ബുദ്ധിയും പൂർണ്ണമായി മാമലമങ്കയോടരുളി ചെയ്തു. ചെങ്ങാതി കണവനെയുണ്ടാക്കി ഞാൻ, നീ ചെന്നു കാൺക നരുളി ചെയ്തു. മാമലമങ്കയും തോഴിമാരും കന്യാഗൃഹത്തിലെഴുന്നരുളി. മയങ്ങി കിടക്കും മലർക്കന്യയെ വാരിയെടുത്തു മടിയിൽ വച്ചു. വെള്ളം തളിച്ചു മുഖം തുടച്ചു. കന്യയ്ക്കു വേണ്ടും വരം കൊടുത്തു. മംഗല്യഹാനി നിനക്കില്ലിന്നീ, മക്കൾ പലരെയും പെറ്റുകൊള്ളുക. കന്യയും കന്യയ്ക്കു ചേർന്നവരും ആഭരണങ്ങൾ അണിയിപ്പിച്ചു. കുടികൂളി കല്യാണമാഘോഷിച്ചു. കന്യയും കന്യയുടെ കണവൻ താനും മംഗലയാതീര നൽപുരാണം എങ്കിലോ കേട്ടാലും ഉള്ളവണ്ണം. പണ്ടൊരു ത്രേതായുഗത്തിങ്കല് ഉത്തമനായൊരു വൈദികനും ഉണ്ണിമ കന്യകയും ജനിച്ചു. അക്കന്യ കാലേ ചെറുപ്പത്തില് അഷ്ടമി എന്നൊരു നോൽമ്പറിഞ്ഞു. ആതിര എന്നൊരു നോൽമ്പറിഞ്ഞു. പൂരം കുളിച്ചവൾ നോറ്റിരുന്നു. പക്കം 14 അവൾക്കറിയും. പാർവതി വാഴ്ക വാഴ്കെന്നു ചൊല്ലും. മലർമങ്ക വാഴ്ക വാഴ്കെന്നു ചൊല്ലും. കൊങ്ക കീളർത്തു വരുന്ന കാലം ഭക്തി തെളിഞ്ഞവൾ പൂജ ചെയ്തു. ഉത്തമനായൊരു വേദികനും വന്നിട്ടു കർമ്മ വിവാഹം ചെയ്തു. കുടികൂളി കല്യാണം കഴിയും മുമ്പേ ഈശൽ കൂടാതെ വന്നന്തകനും
വേദികൻ തന്നുയിർ കൊണ്ടുപോയി. കഷ്ടമീതെങ്ങന്നു ലോകരെല്ലാം ശ്രീകൈലാസത്തിൽ കൂടെ മുഴങ്ങി. കന്യാഗൃഹത്തിൽ മുറവിളിയായി മാമലമംഗമാനം തെളിഞ്ഞു. പൂമുടി അടയ്ക്ക വായയ്ക്ക് വളരെ ഗുണപ്രദം പല്ലിന്. പിന്നെ നമ്മൾ ചുണ്ണാമ്പില്ലേ, അത് കുറേശ്ശൊക്കെ ചെന്നാലും നമ്മൾ എല്ലിനും ഒക്കെ നല്ലതാണ്. കയ്യിലെ മാലയും താനെറിഞ്ഞു. ശങ്കരൻ തൻ തീരു മുമ്പിൽ ചെന്നു. മാദേവരോടയരുളി ചെയ്തു, എന്നുടെ ചെങ്ങാതിയായവളെ, ഇന്നലെ കർമ്മ വിവാഹം ചെയ്തു. ഇന്നവൾ കണവനീണ പിരിഞ്ഞു. ഇന്നവൾ കണവനീണ പിരിയിൽ ഞാനുമെൻ തിരുമേളെ. ഇന്നലെ കർമ്മ വിവാഹം ചെയ്തു. ഇന്നവൾ കണവനീണ പിരിഞ്ഞു. ഇന്നവൾ കണവനീണ പിരിയിൽ ഞാനുമെൻ തിരുമേനി തീണ്ടുന്നില്ല. ഇന്നവൾ ഇറന്നനച്ചുടുക്കിൽ ഞാനുമെന്നിറന്നനച്ചുടുക്കും. ഇന്നവൾ കൂന്തൽ നീലത്തിടുകിൽ ഞാനുമെൻ കൂന്തൽ നീലത്തിടുവൻ. ഇന്നവൾ 10 ദിവസം പഷ്ണി. ഞാനുമെൻ 10 ദിവസം പഷ്ണി. ഇന്നവൾ ഓല തടുകില്ലെങ്കിൽ ഞാനുമിന്നോല തടുകിലാക്കും. ഈ വണ്ണം പാർവതി ചൊന്ന നേരം കാലപ്പൂരത്തേക്കു നോക്കി നാഥൻ. ധർമ്മരാജാവും ഭയപ്പെട്ടിട്ട് കൊണ്ടോടി കൊണ്ട മലരമ്പനെ ചുട്ടുപോരിച്ചതുമോർത്തു കാലൻ. വേദികൻ തന്നുയിർ കൊണ്ടുവന്ന് നീലകണ്ഠൻ തീരുകാൽക്കൽ വച്ചു. വേദിയൻ തൻ്റെ ശിരസിന്മേലും മാറത്തുമാക്കൾ തളിച്ചരുളി. നിദ്രയും നീങ്ങിയുണർന്ന പോലെ വേദിയൻ താനുമുണർന്നിരുന്നു. വിദ്യയും ബുദ്ധിയും പൂർണ്ണമായി മാമലമംഗയോടരുളി ചെയ്തു, ചെങ്ങാതി കണവനെയുണ്ടാക്കി ഞാൻ, നീ ചെന്നു കാൺക നരുളി ചെയ്തു. മാമലമംഗയും തോഴി 12 മണിക്ക് തുടങ്ങുന്ന ഈ ഒരു പരിപാടി പാതിരാപ്പൂ ചൂടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് തിരുവാതിരക്കളി കളിച്ചാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ എൻഡ്. അപ്പോൾ തിരുവാതിരക്കളി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം.